നിങ്ങൾ സത്യത്തിൽ എന്നെ വിവാഹം കഴിച്ച് രണ്ടുപേർക്ക് ദിവസം കൊടുക്കേണ്ട പൈസ ലാഭിക്കാന്ന് കരുതിയാണ് അല്ലേ? അവൾ പോളിഷ് ചെയ്തു കൊടുത്ത ഷൂ കാലിലേക്ക് വലിച്ചു കയറ്റുമ്പോഴാണ് ഭദ്രയുടെ ചോദ്യം കേട്ട് അവനൊന്ന് ഞെട്ടിയത്. ഷൂ നിലത്ത് വീണ് നോക്കാതെ അവൻ അവളെ നോക്കി. ഇളനീല സാരി അണിഞ്ഞ് ചന്ദനം തൊട്ട് കുളിച്ച് മുടി വിടർത്തിയിട്ട നാടൻ സുന്ദരി. അവളുടെ സൗന്ദര്യം നോക്കി തന്നെയാണ് കെട്ടിയതും. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസമാവുന്നു. അവളുടെ മുഖഭാവം വ്യക്തമല്ല. നീ എന്താ പറഞ്ഞ്? അവൻ വീണ്ടും ചോദിച്ചു. നിങ്ങൾക്ക് പുറത്ത് 2 പേർക്ക് കൊടുക്കേണ്ട പൈസ ലാഭിക്കാനല്ലേ എന്നെ കല്യാണം കഴിച്ചതെന്ന് അവൾ വീണ്ടും ചോദിച്ചു. ആർക്ക്? ഏതാ 2 പേര്? ഒന്ന് വീട്ടു ജോലിക്കാരി, 2 വേശ്യ. ഇവരുടെ 2 പേരുടെയും പണിയല്ലേ ഞാൻ ശമ്പളമൊന്നുമില്ല ചെയ്യുന്നത്. എന്താടി പറഞ്ഞ്? അവൾ പുച്ഛത്തോടെ പറഞ്ഞതും അവൻ ചാടി എഴുന്നേറ്റ് അലറിക്കൊണ്ട് അവളുടെ മുഖം നോക്കി ആഞ്ഞടിച്ചു. അടികൊണ്ടൊരു വശത്തേക്ക് ചെരിഞ്ഞെങ്കിലും അവൾ ചിതറി വീണ മുടി മുഖത്തു നിന്നും മാറ്റി അവനെ നോക്കി ചിരിച്ചു പുച്ഛത്തോടെ. അവൻ ഷൂസ് വലിച്ചിട്ട് പുറത്തേക്ക് വാങ്ങു. മിന്നൽ പോലെ അവന്റെ കാർ അകന്നു പോയപ്പോൾ അവൾ കഥകടച്ച് അതിൽ ചാരിന്ന് കരഞ്ഞു. പിന്നെ എന്തോ ഓർത്ത പോലെ കണ്ണു തുടച്ച് അകത്തേക്ക് നടന്നു. ആ വലിയ വീട്ടിലെ പണികൾ ചെയ്തു തുടങ്ങി. ആരോടോ ഉള്ള വാശി പോലെ. ഓഫീസിലെത്തിയ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. അവൾ പറഞ്ഞത് അവന് മനസ്സിലായില്ല. അതിന്റെ രോഷമൊക്കെ അവൻ ജോലിക്കാരോട് തീർത്തു. അന്ന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയില്ല. പകരം ഹോട്ടലിൽ പോയി കഴിച്ചു. വൈകുന്നേരം പതിവ് പോലെ ജോലി തീർത്ത് ക്ലബിലേക്ക്. കൂട്ടുകാരുടെ ഒപ്പം 2 പെഗ് അടിച്ച് അവിടെ ഇരുന്ന് വീട്ടിലെത്തിയപ്പോൾ രാത്രി 10 മണി. എന്നും ഈ സമയത്താണ് എത്തുന്നത്. വണ്ടി അകത്തിട്ട് ഗേറ്റടിച്ച് അവൻ അകത്തേക്ക് കയറിയപ്പോൾ അവൾ വാതിൽ തുറന്നു. അവൻ അവളെ ശ്രദ്ധിക്കാതെ അകത്ത് കയറി. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കുളിച്ചു വന്നപ്പോൾ അവൾ വന്ന് പറഞ്ഞു. ഉടനെ അവൻ താഴേക്ക് ചെന്നു. അവൾ വിളമ്പി വെച്ച ചപ്പാത്തിയും കുറുമയും കഴിച്ച് പ്ലേറ്റ് നീക്കി വെച്ച് നേരെ കൈ കഴുകി റൂമിൽ പോയി മൊബൈൽ നോക്കി കിടന്നു. അവൻ്റെ ഉള്ളിൽ അപ്പോഴും അവൾ രാവിലെ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളമായി അവൾ റൂമിലേക്ക് വന്നപ്പോൾ. കുളിച്ച് ലൈറ്റ് ഡിം ചെയ്ത് അവൾ വന്ന് കിടന്നപ്പോൾ ഉടനെ അവൾ ഫോൺ മാറ്റിവെച്ച് അവളിലേക്ക് അമർന്നു. ആവേശമെല്ലാം കെട്ടടങ്ങി ഒരു സിഗരറ്റ് കത്തിച്ച് അവൻ പുറത്തേക്ക് പോയപ്പോൾ അവൾ ഷീറ്റ് വലിച്ച് നഗ്നത മറച്ചു. അവൻ ബാൽക്കണിയിൽ നിന്ന് ഒന്നുകൂടെ ആലോചിച്ചു. ഏയ്, അവൾക്ക് എന്താണ് ഇവിടെ കുറവ്? പാവപ്പെട്ട വീട്ടിലെയാണ്. എന്നാൽ MBA കഴിഞ്ഞവളാണ്. സ്ത്രീധനമാകാതെ കെട്ടി, പലതരം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, കാറ്, വലിയ വീട്. ഒരു പെണ്ണിന് വേറെ എന്തു വേണം? അവൻ ചെന്നപ്പോൾ അവൾ ഉറക്കം പിടിച്ചിരുന്നു. ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നവളെ കണ്ടപ്പോൾ അവനിൽ വീണ്ടും വികാരം ഉണർന്നു. വീണ്ടും അവൻ അവളെ ഉണർത്തി അവൻ്റെ ആവേശം തീർത്തു. എല്ലാം കഴിഞ്ഞ് അവൻ മാറിക്കിടന്നു. ഭദ്ര, നീ ഹാപ്പിയല്ലേ? അവൻ അവളോട് ചോദിച്ചു. ഇല്ല, ഉത്തരമില്ല. അവൾ ഈയിടെയായി ഒന്നും മിണ്ടാറില്ല. എനിക്കും മിണ്ടാൻ സമയം കിട്ടാറില്ലല്ലോ എന്ന് അവൻ ചിന്തിച്ചു. എന്തോ ആലോചിച്ച് കിടന്ന് അവൻ ഉറങ്ങി. രാവിലെ പതിവ് പോലെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുത്തു. ഇടാനുള്ള വേഷങ്ങൾ ഇസ്തിരിയിട്ട് കൊടുത്തു. ഷൂ പോളിഷ് ചെയ്ത് കൊടുത്തിടുമ്പോൾ അവനവൾ നോക്കി. ചിന്ത എവിടെയാണ്? ഭദ്ര, അവൾ അവനെ ചോദ്യഭാഗത്തിൽ നോക്കി. നീ ഹാപ്പിയല്ലേ? ഇന്നലെന്താ നീ അങ്ങനെ പറഞ്ഞ്? അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ ഹാപ്പിയാണെന്ന് കണ്ടാൽ തോന്നുന്നുണ്ടോ നിനക്ക്? അവളുടെ മറുചോദ്യം. നീ കളിയാക്കുകയാണോ? അല്ല, അങ്ങനെ തോന്നിയോ? നീ എന്താ ഇങ്ങനെയൊക്കെ? എന്താ നിന്റെ പ്രശ്നം? അവൻ നീരസത്തോടെ ചോദിച്ചു. എന്നെ ഒന്ന് പുറത്തുകൊണ്ടു പോവോ? അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് അമ്പരന്നു. നിനക്കറിയില്ലേ എനിക്ക് ഓഫീസിൽ പിടിപ്പത് പണിയുണ്ടെന്ന്? എല്ലാം എൻ്റെ തലയിലാണ്. നിനക്ക് വീട്ടിലിരുന്നാ പോരെ, ഒന്നും അറിയണ്ടല്ലോ. നീ തൽക്കാലം ഒരു ഓട്ടോ വിളിച്ചു പോ, ഞാൻ വരുമ്പോൾ വൈകും. അവനത് പറഞ്ഞ് എണീറ്റിന്ന് അവൾ നോക്കി. അവളുടെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിടർന്നു. എന്താ? ഇപ്പൊ ചോദിച്ചില്ലേ ഞാൻ ഹാപ്പിയാണെന്ന്? അല്ല രാജ്, ഞാൻ ഹാപ്പി ആയിരുന്നു എൻ്റെ വീട്ടിൽ. അവൾ മെല്ലെ പറഞ്ഞു. നിന്റെ വീടോ? കോഴിക്കോട് പോലെയുള്ള ആ വീട്ടിൽ നിന്ന് വന്ന നിനക്ക് ഇത് കൊട്ടാരാണ്. നീ ഇടുന്ന ബ്രാൻഡഡ് തുണികൾ, 3 നേരം ഭക്ഷണം, സ്വന്തം കമ്പനിയുള്ള ഭർത്താവ്. ഇതിൽ പരം എന്തു വേണം ഒരു പെണ്ണിന്? പിന്നെ ആസ് എ മാൻ ഞാൻ നിന്നെ ഫിസിക്കലി ഹാപ്പി ആക്കുന്നുണ്ട്. വേറെ എന്തു വേണം നിനക്ക്? അസൂയാണ് നിന്നോട് പലർക്കും. എൻ്റെ കൂട്ടുകാരി നാൻസി, അവൾ ഇപ്പോഴും പറയും നിനക്ക് എന്നെ കെട്ടിക്കൂടായിരുന്നു എന്ന്. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൾ വീണ്ടും ചിരിച്ചു. എന്നാൽ എന്നെ ഒഴിവാക്കിയിട്ട് അവളെ കിട്ടിക്കോളൂ, ഒരു പരാതിയില്ല. ഞാൻ പോയിക്കോളാം. പക്ഷേ അവൾ ഇവിടെ അധികാലം നിൽക്കില്ല. അതും പറഞ്ഞ് അവൾ റൂമിന് പുറത്തേക്ക് പോയപ്പോൾ അവൻ അമ്പരന്ന് നിന്നു. പുറത്തേക്ക് പോയ അവൾ വേഗം തിരിച്ചു വന്നു. നിങ്ങൾ പറഞ്ഞ കണക്കുകളില്ലേ, 3 നേരം ഭക്ഷണം എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്നു. വലിയ ബ്രാൻഡുകളല്ലെങ്കിലും ഇടാനുള്ള തുണി എൻ്റെ അച്ഛനാണ് വാങ്ങി തന്നിരുന്നത്. പിന്നെ ജോലിയായ ശേഷം സ്വന്തമായിട്ട് വാങ്ങുമായിരുന്നു. പിന്നെ ഇത്ര വലിയ ബംഗ്ലാവൊന്നുമല്ല, ചെറിയ വീടാണ്. നിങ്ങൾ പറഞ്ഞ കോഴിക്കോട്. പക്ഷേ അവിടെ സ്നേഹം ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. ഭർത്താവ് വലിയ പണക്കാരനായാൽ ഭാര്യ സന്തോഷവതിയാകുമോ? ആവില്ല. പിന്നെ ഫിസിക്കലി ഞാൻ ഹാപ്പിയാണെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? പിന്നെ ചിലവുകളൊക്കെ എനിക്കും നടത്താം, അതിനെന്നെ ജോലിക്ക് വിടണം. വിവാഹത്തിനെ കുറിച്ച് എനിക്ക് ഒത്തിരി സങ്കല്പം ഉണ്ടായിരുന്നു, ഭർത്താവിനെ കുറിച്ചും. എന്നാൽ എൻ്റെ സങ്കല്പത്തിലുള്ള ഭർത്താവിൻ്റെ നിഴൽ പോലും അല്ല നിങ്ങൾ. അവൾക്ക് ഇതപ്പോടെ പറഞ്ഞു നിർത്തി.
അതിനുശേഷം പുറത്തേക്ക് നടന്നു. അവൻ വായും പൊളിച്ച് അവൾ പോയ വഴി നോക്കിയിരുന്നു. അതിനുശേഷം മെല്ലെ പുറത്തേക്ക് നടന്നു. അന്ന് വൈകുന്നേരം അവൻ നാൻസിയെ വിളിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവർ നല്ല കൂട്ടുകാരാണ്. എല്ലാം അവളോട് തുറന്നു പറഞ്ഞു. ഇന്നലെ രാവിലെ മുതൽ നടന്ന കാര്യങ്ങൾ ഒന്ന് പറയാമോ രാജ്? ഒന്നും വിടാതെ നാൻസി ചോദിച്ചപ്പോൾ അവൻ എല്ലാം പറഞ്ഞു. അവളെ അടിച്ചതും വൈകുന്നേരം ഉറങ്ങിക്കിടന്ന് അവളെ എണീപ്പിച്ച് ശാരീരികമായി ഉപയോഗിച്ചതും എല്ലാം. രാജ്, നിനക്കൊരു കാര്യം അറിയോ? ഞാൻ നിന്നെ കെട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനു മുമ്പേ നീ അവളുടെ സൗന്ദര്യത്തിൽ വീണിരുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഐ ഹാവ് മൂവേഡ് ഓൺ. പക്ഷെ അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഡിവോഴ്സ് നോട്ടീസ് നിന്റെ വീട്ടിൽ വന്നേനെ. എല്ലാം കേട്ട് കഴിഞ്ഞ് നാൻസി പറഞ്ഞു കേട്ടപ്പോൾ അവൻ ഞെട്ടി അവളെ നോക്കി. തെറ്റിദ്ധരിക്കേണ്ട, ഒരു പെണ്ണിന് വേണ്ട എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചു തരാത്ത നിന്റെ അമ്മയാണ് ഇതിലെ കുറ്റക്കാരി. പക്ഷേ ഇതൊക്കെ സ്വയം പഠിക്കാവുന്നേ ഉള്ളൂ. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൻ അവളെ നോക്കി അതിശയത്തോടെ. നിനക്ക് അവൾ ഇഷ്ടമാണോ, അതോ അവൾ പറഞ്ഞ പോലെ ഡിവോഴ്സ് ചെയ്ത് എന്നെ കെട്ടുന്നോ? അവളുടെ അടുത്ത ചോദ്യം അവനെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഇല്ല നാൻസി, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കറിയില്ല അവൾക്ക് എന്താണ് വേണ്ടതെന്ന്. അവൻ സങ്കടത്തോടെ പറഞ്ഞു. ഒരു പെണ്ണിന് വേണ്ട സ്നേഹമാണ് രാജ്, കെയറിംഗ് ആണ്, അപ്രീസിയേഷനാണ്, സമയമാണ്. അവൾ പറഞ്ഞ സത്യമില്ലേ? നിനക്ക് വെച്ച് വിളമ്പാനും നിനക്ക് തോന്നുമ്പോൾ ശാരീരികമായിട്ട് ഉപയോഗിക്കാനല്ലാതെ അവൾക്ക് എന്ത് സ്ഥാനമാണ് അവിടെ ഉള്ളത്? അവളുടെ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ തല താഴ്ന്നു. നിനക്ക് അവൾ വേണോ? ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും. അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ നോക്കി. അന്ന് അവൻ നേരെ വീട്ടിലേക്കാണ് പോയത്, ക്ലബിൽ പോയില്ല. കാറിന്റെ ശബ്ദം കേട്ട് കഥക് തുറന്ന അവളുടെ മുഖത്ത് അത്ഭുതം, നേരിയൊരു പുഞ്ചിരി. ഞാൻ ചായ എടുക്കാം. അവൾ മെല്ലെ അടുക്കളയിലേക്ക് വലിഞ്ഞു. അവൻ മെല്ലെ പുറകെ പോയി. ഭദ്ര, എന്തോ? അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവൻ കയ്യിലിരുന്ന പൂക്കുല അവൾക്ക് നേരെ നീട്ടി. ആദ്യമായി ആ മുഖത്ത് കളിയാടി നിന്ന സന്തോഷം അവൻ ശ്രദ്ധിച്ചു. അവളത് വേഗം വന്ന് വാങ്ങി. കൊള്ളാം, ആര് തന്നതാ? അവളുടെ ചോദ്യം അവനെ ഒന്ന് നോവിച്ചു. അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങില്ലെന്ന് ഉറപ്പുള്ള പോലെ. ഞാൻ വാങ്ങിയതാ, നിനക്ക് വേണ്ടി. അവളുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞു. ആകാംക്ഷയോടെ അവൾ അവനെ നോക്കി. അവളുടെ കണ്ണ് നിറഞ്ഞത് അവൻ ശ്രദ്ധിച്ചു. അതെ, ഇന്നൊന്നും ഉണ്ടാക്കണ്ട, പുറത്തു പോവാം, നീ വന്ന് റെഡിയായിക്കോ. അവൻ അതും പറഞ്ഞ് മുകളിലേക്ക് ചെന്നു. നന്നായിട്ടൊന്ന് കുളിച്ചു. പുറത്തു വന്നപ്പോൾ അവൾ റൂമിൽ ശങ്കിച്ച് നിൽക്കുന്നുണ്ട്. അവൻ അലമാര തുറന്ന് ഒരു കരിനീല സാരി എടുത്തു അവൾക്ക് നേരെ നീട്ടി. ഇത് നിനക്ക് നന്നായി ചേരും. അവൾ അത് നെഞ്ചിനോട് ചേർത്ത് വെച്ചതും ഒരു പുഞ്ചിരി വിടുന്നതും ആസ്വദിച്ച് അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. വളരെ സന്തോഷവതിയായിട്ടാണ് അവൾ കാറിൽ കയറിയത്. ആദ്യം പോയത് നല്ലൊരു റെസ്റ്റോറൻറ്റിലാണ്. അവൾക്ക് ഇഷ്ടമുള്ളത് ഓർഡർ ചെയ്യാൻ പറഞ്ഞ് അവൻ അവളെ നോക്കിയിരുന്നു. കഴിക്കുമ്പോൾ അവൾ തമാശ പറഞ്ഞ് ചിരിക്കുകയും അവൻ്റെ താടിയിൽ പറ്റിയ ഭക്ഷണശകലം കൈനീട്ടി തടവിക്കളയും ചെയ്തപ്പോൾ അവന് സന്തോഷം തോന്നി. ഷോപ്പിംഗ് കഴിഞ്ഞ് ബീച്ചിലെത്തിയപ്പോൾ അവൾ അവൻ്റെ കൈപ്പിടിച്ച് ബീച്ചിൽ കൂടി ഓടി തകർത്തു. അവളൊരു കൊച്ചു കുട്ടിയെപ്പോലെയായി. അവസാനം വിയർത്ത് കുളിച്ച് അവൻ്റെ തോളിൽ തലയാഴ്ച വെച്ചപ്പോൾ പെണ്ണിനോട് അവൻ അത്ഭുതം തോന്നി. ഇഷ്ടപ്പെട്ട ഐസ്ക്രീം തുടഞ്ഞുകൊണ്ട് അവൻ്റെ ഒപ്പം കടൽ തീരത്തിരുന്ന അവൾ സന്തോഷവതിയായിരുന്നു. കാറിൽ കയറി അവൾ നന്നായി സംസാരിച്ചു, ഒത്തിരി സന്തോഷത്തോടെ. അന്ന് രാത്രി അവളുടെ കരങ്ങളും മധുരങ്ങളും അവനെ തേടി വന്നപ്പോൾ അവൻ അതിശയിച്ചു. അവളുടെ കിതപ്പുകളും ശബ്ദവും അവൻ്റെ നിയന്ത്രണം കളഞ്ഞു. അന്നവൻ അറിഞ്ഞു ഒരു പെണ്ണ് പൂർണ്ണ മനസ്സോടെ അവളുടെ ശരീരവും പ്രേമവും തരുന്നതിൻ്റെ പ്രത്യേകത. അവസാനം അവൻ്റെ നെഞ്ചിൽ വിയർത്തു കുളിച്ച് കിടക്കുമ്പോൾ അവൾ മെല്ലെ മൊഴിഞ്ഞു. ഒത്തിരി സന്തോഷവതിയാണ് ഞാനിന്ന്. കുറച്ചു ദിവസം നിന്റെ വീട്ടിൽ പോയി നിന്നാലോ? കുറേ നാളായില്ലോ പോയിട്ട്. അവൻ്റെ ചോദ്യം കേട്ടതും അവൾ അവനെ ഇറുക്കിപ്പുറന്ന് ചുംബിച്ചുകൊണ്ടാണ് മറുപടി കൊടുത്തത്. കുറച്ചു ദിവസം കഴിഞ്ഞ്, ഭദ്ര, ദോശ റെഡി, വാ കഴിക്കാം, അവൻ വിളിച്ചു പറഞ്ഞു. എന്തിനാ ഏട്ടാ, ഞാൻ ചെയ്യായിരുന്നില്ലൊന്ന് സ്നേഹത്തോടെ ചുംബിച്ചു. അവളെ ചേർത്ത് പിടിച്ച് പൊക്കിയെടുത്ത് സിങ്കിൻ്റെ അരികിലിരുത്തി. അടുക്കള ഭക്ഷണം ഉണ്ടാക്കാനുള്ളതാണ്, ആരുണ്ടാക്കിയാലും അവിടെ ഭക്ഷണം ഉണ്ടാവും, കേട്ടോടി ഭാര്യയെ. അത് കേട്ട് അവൾ അതിരം കടിച്ചുകൊണ്ട് അവനെ പ്രേമത്തോടെ നോക്കി. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുട്ടികളെ പോലെ കലഹിച്ചു, സ്നേഹിച്ചു, പ്രേമിച്ചു. ഭക്ഷണം കഴിഞ്ഞ് മുകളിലേക്ക് പോയി അവൻ്റെ വിളി കേട്ട് അവൾ ഓടി മുകളിൽ ചെന്നു. അവൾ റൂമിലേക്ക് വന്നപ്പോൾ അവൻ അവൻ്റെ ഷർട്ട് ഇസ്തിരിട്ട് കഴിഞ്ഞ് ഒരു സാരി കൂടി ഇസ്തിരിടിയായിരുന്നു. എന്താ ഏട്ടാ ഇത്, എന്തിനാ സാരി അയൺ ചെയ്യുന്നത്? അവൻ അയൺ ബോക്സ് മാറ്റിവെച്ച് അവളുടെ അടുത്തേക്ക് ചെന്ന് സിന്ദൂരമിട്ട നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു. ഇന്നു മുതൽ നീ വരുന്ന ഓഫീസിൽ പണികൾ ഒരുമിച്ച് ചെയ്യാം. അപ്പം നേരത്തെ വരാം, കൂടുതൽ സമയം നമുക്ക് പ്രേമിക്കാം, എന്തു പറയുന്നു? അവൻ്റെ ചോദ്യം കേട്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. അവൾ മുറുക്കെ അവനെ പുണർന്നു. എൻ്റെ ഭാഗ്യാണ് എൻ്റെ ഏട്ടൻ. അന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? വേറെന്തോ ആണെന്ന് പറഞ്ഞിരുന്നു. അവൻ കുസൃതി ചിരിയോടെ അവളുടെ താടി പിടിച്ച് പൊക്കി. അവൾ ചിരിച്ചു. നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് തല പൂഴ്ത്തി. അവൾ കുളിക്കാൻ പോയപ്പോൾ അവൻ ഫോണെടുത്ത് ഒരു മെസ്സേജ് അയച്ചു. താങ്ക് യു നാൻസി. ശരിയാണ്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചില്ല, എന്നാലും നീ ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞുതരാൻ. നീയാണ് യഥാർത്ഥ കൂട്ടുകാരി. ഒത്തിരി സന്തോഷവാനാണ് ഞാൻ. അവളുടെ ഇഷ്ടങ്ങളൊക്കെ അറിയുന്ന തിരക്കിലാണ് ഞാൻ. അവൾ എന്നെ ഇപ്പോൾ ഒരു കുട്ടിയെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.
അത് വായിച്ച് നാൻസി ചിരിച്ചപ്പോൾ അവൻ അവളെ കോരിയെടുത്ത് കാറിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അടുക്കളയിൽ ജീവിതം തീർക്കേണ്ടവളല്ല സ്ത്രീ. അതിന് അവരിൽ നിന്ന് തന്നെ മാറ്റം വരട്ടെ.